ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല ഗൈസ്. ഇന്ന് വെച്ചാൽ എനിക്ക് റീസെൻ്റ്ലി ഈ അടുത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, ഇത് ഈ ഇയർപോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഗൈസ്. ഞാൻ രണ്ട് ദിവസം മുമ്പ് രാവിലെ എണീറ്റ് നോർമലി ഫ്രഷായി ഫുഡെല്ലാം കഴിച്ച് അറ്റാക്ക് ഓഫ് ടൈറ്റൻസ് റീവാച്ച് ചെയ്യുമായിരുന്നു. കാരണം അത് ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നും കൂടി മര്യാദയ്ക്ക് ഇരുന്ന് കാണാൻ വെച്ചിട്ട് റീവാച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു ഗൈസ്. അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ എൻ്റെ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. ഇപ്പോൾ ഒരു ഇയർ പീസായിരുന്നു എൻ്റെ ഫോണിൽ മീൻസ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇയർ പീസിലാണ് ഞാൻ കേൾക്കുന്നത്. കാരണം മറ്റേ ഇയർ പീസിന് ചെറിയൊരു വോളിയം കുറവുള്ളതുകൊണ്ട് ഓരോന്ന് വെച്ചാൽ കേൾക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വന്നു. ഫോൺ എടുത്തു, ഇങ്ങനെ സംസാരിച്ച ആ സമയത്ത് ഇയർ പീസ് എവിടെ വെച്ചു. ഫോണിൽ സംസാരിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കോൾ കട്ടായി. എന്നിട്ട് ഞാൻ ഫോൺ വെച്ചു. തിരിച്ച് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇയർ പീസ് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് ഒരു കൺഫ്യൂഷനാണ് കഴിച്ചത്. ഞാൻ എല്ലായിടത്തും തപ്പി, കാണുന്നേ ഇല്ല. ഞാൻ പോയ സ്ഥലത്തും തപ്പി, ഫോൺ വിളിച്ച് പോയ സ്ഥലത്ത് തപ്പി, ഇയർപോഡ് ഉള്ള ഇടത്തുള്ള തപ്പി, ലാപ്ടോപ്പ് വെച്ച സ്ഥലത്തെല്ലാം തപ്പി, കാണുന്നേ ഇല്ല കഴിച്ചു. എന്നിട്ട് ലാസ്റ്റ് ലാപ്ടോപ്പിൻ്റെ വോളിയം ഫുള്ള് വെച്ചിട്ട് വീട് മൊത്തം ലൈക്ക് ടി വിൻ്റെ വോളിയം കുറച്ച് എല്ലാം വോളിയം ഒന്നും ഇല്ലാണ്ട് സമയത്ത് തപ്പി പിടിച്ച് ലാസ്റ്റ് എല്ലാ സ്ഥലത്തും നോക്കി കണ്ടുപിടിച്ചാണ് ആ ഒറ്റ ഇയർ പീസ് കഴിച്ചു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്ന് വെച്ചാൽ, ഈ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇയർ പീസ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് പരമാവധി ഒന്നെങ്കിൽ ഇയർപോഡിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കാണുന്ന കുറേ സാധനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ലൈക്ക് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇയർപോഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ തപ്പി കഴിച്ചു. അരമണിക്കൂർ സമയം പോയില്ലേ. വീണ്ടും ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ പെടാതിരിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. സോ ബൈ.